ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുലിഖിതം. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോട് കൂടെ വാനമേഘങ്ങളിൽ വരുമ്പോൾ ലജ്ജിക്കും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന നിലവിളിക്കുന്ന പാപങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം കേട്ടതിൻ്റെ തുടർച്ചയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായി ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് കാണണമേ. ഒരുപാട് പേര് പാപത്തിന്റെ സർപ്പദംശനമേറ്റ് പാപത്തിന്റെ വിഷബാധയേറ്റ് വേദനിക്കുകയാണ്. ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ദുർമോഹങ്ങളും എല്ലാ തരത്തിലുള്ള തിന്മകളും കൂടുകെട്ടി വിശുദ്ധി നഷ്ടപ്പെട്ട് പ്രാർത്ഥനയിൽ മുരടിച്ച് വിശ്വാസം മങ്ങിപ്പോയി ആത്മാവിൽ മന്ദത ബാധിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അരുവിയെ, തളർന്ന ജീവിതങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. ഇടപെടണമേ. ശുദ്ധി നൽകുക. അരുവിയെ, അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള പരിശുദ്ധാത്മാവേ, ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക. വീണ്ടും പരിശുദ്ധാത്മാവേ, നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ അരുവിയെ നിറഞ്ഞിടുക. സ്പർശിക്കണമേ. നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തിരുസന്നിധിയിൽ ഭയഭക്തികളോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും അവിടെ നിന്ന് സ്പർശിക്കണമേ. ഓരോ ജീവിത സാഹചര്യങ്ങളുടെ സങ്കീർണമായ ചില പ്രത്യേക അവസ്ഥകളിൽ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ, ബാലികാ ബാലന്മാരെ, വിദ്യാർത്ഥിനികളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നുപോയി നിരാശ, സങ്കടം, വിഷമം, അവിശ്വാസം, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, താന്തോന്നിത്വം, വഷള സ്വഭാവം, മൂഢത എന്നിവയ്ക്ക് അടിമപ്പെട്ട ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ. രോഗികളായ ഓരോ മക്കളെ സ്പർശിക്കണമേ. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? നിരാശയ്ക്ക് അടിമപ്പെട്ട ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, എത്ര പ്രാർത്ഥിച്ചിട്ടും വചനം കേട്ടിട്ടും
ഒരു അനുഭവം കിട്ടാത്ത ജീവിതങ്ങളെ സ്പർശിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, മനസ്സ് തുറന്ന് സ്തുതിക്കുക. മകനെ, മകളെ, ഇപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണോ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണോ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണോ, അത് ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ നന്നായി ഉയർത്തി ഈ കൂട്ടായ്മയോട് ചേർന്ന് ഹൃദയം തുറന്ന് അറിയാവുന്നതുപോലെ ദൈവ സന്നിധിയിൽ ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ, ഇടപെടണമേ. ഓരോ കുടുംബങ്ങളെയും കുടുംബ സാഹചര്യങ്ങളെയും ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഓരോ ദുർപീഡകളാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന നിലവിളിക്കുന്ന പാപങ്ങളുണ്ടെന്നും അവ ഏതൊക്കെയാണെന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അതിന് 2 മേഖലകളെക്കുറിച്ച് നാം ശ്രവിച്ചു. ഈ ദിവസത്തിൽ തുടർന്നുള്ള മേഖലകളെക്കുറിച്ച് നാം ശ്രവിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഒരുപോലെയല്ല, നമ്മുടെ എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല. ചില പാപങ്ങൾക്ക് അതിൻ്റെതായ ചില പ്രത്യേകതയുണ്ട്. അതിൽ ഒരു കാറ്റഗറിയിൽപ്പെട്ട പാപമാണ് ദൈവ സന്നിധിയിൽ പോയി മുറവിളി കൂട്ടി പ്രതികാരം കൊണ്ടുവരുന്ന പാപങ്ങൾ. ആ പാപങ്ങളിൽപ്പെട്ട 3ാമത്തെ പാപമാണ് വിധവകളുടെയും അനാഥരുടെയും നിലവിളി, കരച്ചിൽ. ഇതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിൽ 22-ാം അധ്യായത്തിൽ 21 മുതൽ 24 വരെ തിരുലിഖിതങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാളുകൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും. അവരുടെ ഗതി എന്താണോ അതേ ഗതി നമ്മുടെ കുടുംബത്തിൽ മക്കൾക്കും ജീവിത പങ്കാളിക്കും വന്ന് ഭവിക്കുമെന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. പരദേശി ആരാണ്? പരദേശി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പാർക്കുന്നവരെ നാം ബഹുമാനത്തോടെ കാണണം. അത് ബീഹാറിൽ നിന്നാണെങ്കിലും ഒറീസയിൽ നിന്നാണെങ്കിലും അത് മറ്റ് സംസ്ഥാനങ്ങളെ ഏത് ഭാഗങ്ങളിൽ നിന്നായിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും അവർ വിദേശികൾ അല്ലെങ്കിൽ പരദേശി എന്ന ബഹുമാനത്തിന് അർഹരാണ്. അവർ വിദേശികൾ അല്ലെങ്കിൽ പരദേശികൾ, അവരെ നാം തരം താഴ്ത്തി കാണരുത്. അവർ ബഹുമാനത്തിന് അർഹരാണ്. അവരെ നാം പരിഗണിക്കണം. അവരുടെ ആവശ്യങ്ങൾ നാം പരിഗണിക്കണം. സാധിക്കുന്നത് പോലെ അവർക്ക് പരിചരണങ്ങൾ ചെയ്തു കൊടുക്കണം. വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ അവരെ ഞെരുക്കുകയോ അരുത്. വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ അവരെ പരിചരിക്കാതെ അവരെ ദ്രോഹിക്കാനും അവരെ ഞെരുക്കാനും തുടങ്ങിയാൽ, അവർ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ നമ്മുടെ ഈ ദേശത്ത് വെച്ച് കരഞ്ഞാൽ, ആ കണ്ണുനീർ ഈ ദേശത്ത് വീണാൽ, ആ കണ്ണുനീർ തുള്ളികൾ ദൈവസന്നിധിയിൽ നമുക്കെതിരെ നിലവിളിക്കും, പ്രതികാരത്തിനായി നിലവിളിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരദേശികളോടും വിദേശികളോടും വലിയൊരു ബഹുമാനത്തിൻ്റെയും പരിഗണനയുടെയും ആദരവിൻ്റെയും ബന്ധം പുലർത്തണം. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അനാഥരെയോ വിധവകളെയോ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. മരണം കൊണ്ടുവരുന്ന
പല അനർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ഒരു പാപമാണ് അനാഥരെയും വിധവകളെയും കുരുടരെയും സഹായത്തിന് ആരുമില്ലാത്തവരെയും വഴി അറിയാത്തവരെയും ബുദ്ധിമുട്ടിക്കുക, ദ്രോഹിക്കുക എന്ന്, നിസ്സഹായരെ വേദനിപ്പിക്കുക, നിസ്സഹായരെ ഞെരുക്കുക, അവരുടെ കണ്ണുനീര് വീഴാൻ ഇടവരുത്തുക. ഇത് ഒരു നിസ്സാര പാപമല്ല. നമ്മുടെ ജീവന്റെ മേൽ ഭീഷണി കൊണ്ടുവരുന്ന നിലവിളിയാണ് ഇങ്ങനെയുള്ള നിസ്സഹായരുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ ഉണർത്തുന്നത്. ഹല്ലേലൂയ. ദൈവം നിശ്ചയമായും അവരുടെ പക്ഷത്ത് ചേർന്ന് പ്രവർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കോമ്പൗണ്ടിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ തൊഴിൽശാലയിൽ ഞെരുക്കുകയും അവരുടെ കണ്ണുനീർ അവിടെ വീഴുകയും ചെയ്യുമ്പോൾ നാം ദേവാലയത്തിൽ പോയി എത്രമാത്രം പ്രാർത്ഥിച്ചാലും ഇവരുടെ കണ്ണുനീരിൻ്റെ സ്വരമായിരിക്കും ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കുക. നമ്മുടെ പ്രാർത്ഥനയല്ല, ഇവരുടെ കണ്ണുനീരായിരിക്കും ദൈവസന്നിധിയിൽ ശക്തി കൂടുതൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, വേറെ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ, എന്നിട്ട് എന്തുകൊണ്ട് നമുക്കൊരു ഉയർച്ചയില്ല, എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ അധ്വാനിച്ചിട്ട് അതിൻ്റെ ഗുണം കുടുംബത്തിൽ കിട്ടുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ മക്കൾ നേരെയാകുന്നില്ല, എന്തുകൊണ്ട് കുടുംബത്തിൽ സമാധാനം ഇല്ല, എന്തുകൊണ്ട് നമുക്കൊരു മേൽഗതി, ഒരു ഗുണം, ഒരു നന്മ, ഒരു സമാധാനം നമ്മുടെ ഈ പരിശ്രമത്തിൻ്റെ എല്ലാം ഫലമായി ലഭിക്കുന്നില്ല ചിന്തിക്കുന്നുണ്ടാകാം. കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിച്ചത് ഓർമ്മിക്കുക. ഹഗ്ഗായി പ്രവാചകന്റെ ഗ്രന്ഥം കർത്താവ് പഠിപ്പിക്കുകയാണ്, എല്ലാ കാര്യത്തിലും ഞാൻ വരൾച്ച വരുത്തും. കാരണം ഈ കണ്ണുനീർ നമുക്കെതിരെ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരും. ദൈവത്തെ വിളിച്ച് ഇറക്കിക്കൊണ്ടുവരുന്ന കണ്ണുനീരാണ് അനാഥരുടെയും വിധവകളുടെയും പരദേശിയുടെയും കണ്ണുനീര്. ഇതിനൊരു ഉദാഹരണം ബൈബിളിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമായി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനം വളരെ കാലം പരദേശികളായി ഈജിപ്ത് ദേശത്ത് വസിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യകാലങ്ങളിൽ ആ രാജ്യം അവർക്ക് വലിയ സ്നേഹവും ബഹുമാനവും കൊടുത്തിരുന്നെങ്കിലും പിന്നീട് അവരുടെ സ്ഥിതി ദയനീയമായി. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ, കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ച് അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോധന ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനും ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു. 3-ാം അധ്യായം 7-ാം വാക്യം, കർത്താവ് അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനുമായി ഞാൻ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. ആ ജനത്തെ ഉയർത്തും. വേദനിക്കുന്ന പരദേശികളെ ദൈവം ഉയർത്തും. വേദനിപ്പിക്കുന്നവരെ ദൈവം ഇകഴ്ത്തും, ദൈവം താഴ്ത്തും. ഈജിപ്തിൽ അതാണ് സംഭവിച്ചത്. ഫറവോ, അവൻ്റെ കുതിരപ്പട്ടാളം, അവൻ്റെ സൈന്യാധിപന്മാർ അവരെല്ലാം ചെങ്കടലിൽ ഈയക്കട്ട താഴ്ത്തുന്നത് പോലെ അവിടുന്ന് ചവിട്ടി താഴ്ത്തി. ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി അവിടുന്ന് കാനാൻ നാട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് തകർച്ചകളും ദൈവം നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കുന്ന പാപമാണ് അനാഥരുടെയും വിധവകളുടെയും നിസ്സഹായരുടെയും കണ്ണുനീര്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വംശത്തിൽ ഇങ്ങനെ ഏതെങ്കിലും വ്യക്തി കണ്ണുനീര് നമുക്കെതിരെ നിലവിളിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള